പൊന്നു ഇപ്രാവശ്യം കൊണ്ടുവന്ന സാധനം കണ്ടോ? ഇതാ ഇതിനെന്താ പൊന്നു പറയുന്നേ? പക്ഷേ അയ്യോ ഇതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഇതാ അയ്യോ ഇത് നല്ല പഴുത്തതാ, ഇങ്ങനെ ഞെങ്ങിപ്പോയോന്നോ. ഫുള്ള് അങ്ങനെയല്ല, നമ്മളവിടെ അതല്ല പറയാം. അല്ല സീതപ്പഴമല്ല, നമ്മളവിടെ ഇത് ആത്തിച്ചക്ക. ഇത് പിന്നെ പൊന്നു ഇത് ഏത് പ്ലാവിലത് പൊന്നു? പാവം പൊന്നു വെയിറ്റ് ഉണ്ടെന്ന് പറയുമ്പോൾ ഞാൻ ഇത്രയും വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ചെറിയ കഷ്ടം ഇരിക്കുന്നത്. ഞാൻ ആ ഉറക്കത്തിനിടെ മനസ്സിൽ വിചാരിക്കുന്നത് ചെറിയ കഷ്ടമാക്കി നിനക്ക് എങ്ങനെ തരാതെ നിന്നെ ഒഴിവാക്കാതെ മനസ്സ് ചക്ക. പിന്നെ നിനക്ക് ഇഷ്ടമല്ലെന്ന് പിന്നെ സ്വഭാവം വന്നപ്പോഴേക്കും ഓർമ്മ വന്നത്. ഓ ഇതിങ്ങനെ കൊണ്ടുവന്നല്ലേ നീ? എങ്ങനെ ഇത്രയും വെയിറ്റുള്ള സാധനം കൊണ്ടിങ്ങ് വന്ന് വീട്ടിൽ നിന്നുള്ള പഴം അതിൻ്റെ അകത്ത് ഇട്ടുകൊണ്ട് വന്നാ? അയ്യോ അത് മുഴുവൻ ഇതാവും, നാളെ കഴുകണം എന്നാ ബാഗ്. വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ചക്ക. ഞാൻ എത്ര പേരോട് ചക്ക ഇവിടുന്ന്. പൊന്നോ ഇത് ഏത് പ്ലാവിലത് പൊന്നോ? ഏത് പ്ലാവിലത്? ചക്ക കിട്ടിയതാ. പൊന്നു വന്നപ്പോഴത്തേക്ക് വീട്ടിൽ നിന്ന് ചക്ക കൊണ്ടുവന്നതാ. അതാ ചക്കച്ചോള. ഭയങ്കര എനിക്ക് ഇഷ്ടമുള്ളൊരു സാധനം, ഭയങ്കര ഇഷ്ടം വെച്ചിട്ട് ഗ്രാൻഡ്മ കൊടുത്തു വിട്ടതാ പൊന്നൂൻ്റെ. പക്ഷെ ഇത് അയ്യോ ഇതായിപ്പോയി. തറയിൽ അടർത്തിയിട്ടിട്ട് എന്താ ഇത് വീട്ടിൽ നിന്ന് കൊടുത്തു വിട്ടത്. ഭ്രാന്തല്ലേ? എന്റെ അമ്മ ഇത്രയും നീ തിന്നതാണോ? ബാക്കി എന്ത് ചെയ്ത്? അത് വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നീ ആയതുകൊണ്ട് നീ എന്തിനാണ് ഒന്ന് കുലുങ്ങുന്നത്? ചക്ക മുറിക്കുമ്പോ വലിയ ചോളയുണ്ട്. ഇത്രയും വലിയ ഇതാ ചൗണി, അത്രയും കൂടുതലാ. നിങ്ങളവിടെ എന്താ പറയാ ചൗണിക്ക്? ചക്ക തിന്നാറില്ല, തിന്നിട്ടില്ല. വല്ലപ്പോഴും ഒന്നോ രണ്ടോ തിന്നെങ്കിലായി. എല്ലാരും കഴിക്കും, ഭയങ്കര അഡിക്റ്റ് ആണല്ലോ. മനുഷ്യന്മാർ തിന്നണമെന്നുണ്ടെങ്കിൽ നീ തിന്നാറുണ്ടോ? ഇവിടെ ഗൾഫുകളിലൊക്കെ ആണെങ്കിൽ ആൾക്കാർ ഇതിനു വേണ്ടിട്ട് മരിക്കും ചക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാല്. എല്ലാവർക്കും ഒന്നും ഇഷ്ടമാണെന്ന് അറിയോ ചക്ക? ഇവിടെ നാട്ടിൽ നിന്ന് ഓരോരുത്തരൊക്കെ പോകുമ്പോഴത്തേക്ക് മമ്മിയൊക്കെ പോകുമ്പോൾ 3-4 ചക്കയാണ് കൊണ്ടുപോകല്. മാങ്ങ നന്നായിട്ട് തിന്നായിരുന്നു. അത് ഒരു ദിവസം മാവിന്റെ മുകളിൽ കയറിയിട്ട് മാങ്ങനെ കുറച്ച് കഴിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുത്ത ദിവസമാണ് മറ്റേ ഇത് നിപ്പ വന്നിട്ടുള്ള സംഭവം ഉണ്ടായത്. അതിനുശേഷം ചോള കുറവാ കണ്ടോ? വേണ്ടി പറയണ ഇതേപോലെ മലപ്പുറം വേണമെന്ന് വെച്ചാൽ ചക്കച്ചോള വേണ്ടല്ല. നീ വീട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട് തിന്നിട്ട് വന്നല്ലേ? ഉറങ്ങിയിട്ടുണ്ടാവും. സമയം 12:30 മണി. രാത്രി 12 മണിക്ക് നീ ചക്ക മുറിക്കുന്നത് വെച്ചിട്ട് വരുന്നുണ്ട് എല്ലാം ചക്ക ശരാ ചക്കാന്ന് കേട്ടപ്പോ ഓടി വരുന്നു. അടത്തിട്ടോണ്ടാ ഇത് കണ്ട ഇതിങ്ങനെ അത് ഇതായി പോയി, ചതഞ്ഞു പോയി. അടത്തിട്ടോണ്ട് ഉറക്കക്ഷീണം ഉറക്കത്ത് നീച്ചൊന്നു അത് കണ്ടോ? നീച്ചൊന്നതാ ഇപ്പയാ എനിക്ക് കാര്യങ്ങളുണ്ട്. നാളെ ചെയ്യാൻ കാര്യങ്ങൾ. എനിക്ക് നല്ല എനിക്ക് തീരെ അനങ്ങാൻ വയ്യ. കഫക്കെട്ട് കാരണം ഞാൻ മൂക്കിലെ മരുന്നൊക്കെ ഇട്ടിച്ചിട്ട് എണീച്ചത് തന്നെ. എനിക്ക് തലവേദന എന്നാലും നല്ല വിയർത്തിട്ട് അടുക്കളയിൽ നിന്ന് നല്ല വിയർത്തിട്ട് പിന്നെ നേരെ AC അടി പോയി കിടക്കുകയും കൂടെ ചെയ്തപ്പോഴേ ഭയങ്കര ബെഡ് മാറ്റിയിട്ടിട്ടും വീണ്ടും അപ്പൊ നേരെ സ്ട്രൈറ്റ് ആയി. അപ്പൊ അതുകൊണ്ട് എനിക്ക് പൊന്നു ചക്ക കൊണ്ട് വന്നതൊക്കെ പറയണത് ഇങ്ങനെ പാതി ഉറക്കത്തിലും മയക്കത്തിലും കേൾക്കുന്നുണ്ട്. എനിക്ക് അതൊക്കെ എടുത്ത് വെക്കണൊക്കെ വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നേ. പക്ഷെ അത്ര വയ്യായിരുന്നു, അതുകൊണ്ടാണ്. ഇതെല്ലാം ചതഞ്ഞു പോയതാണ്. പൊന്നു എല്ലാം എടുത്തത്. നീ വീട്ടിൽ നിന്ന് ചക്ക തിന്നിട്ടല്ലേ വന്നേ? എന്റെ അമ്മ എനിക്ക് എന്താ ഇത് എനിക്ക് തന്നു വിട്ടതാ. നീ വീട്ടിൽ പോയിട്ട് തിന്നില്ലേ?
വെച്ച് ഞാൻ എത്ര വർഷമായി ചക്ക തിന്നിട്ട്. അവള് ചക്ക മുറിക്കും അവള് കളഞ്ഞു നോക്കുന്ന അത് ഈ ഉറപ്പില്ലാത്ത കത്തിയായ ഇളത്. നീ അത് നോക്കാത്തത് നോക്ക്. മുഴുവൻ താഴെ പോയി. അയ്യോ ഇതെല്ലാം ഇതായി പോയിട്ടോ, അതിൽ നിന്നും കിട്ടുന്നില്ല. ഓ ഇനിയിപ്പോ ഇത്രേ ഉള്ളൂ. പകുതി നാളെ പകുതി ഇപ്പോഴും എടുക്കാന്ന് വിചാരിച്ചതാ. ഓൾറെഡി ഇത്രയായി. ഇങ്ങോട്ട് കാണിക്ക്, ഇങ്ങോട്ട് കാണിക്ക്. ആകെ 4 ഇങ്ങോട്ട് കാണിക്ക്, എവിടെയെങ്കിലും കാണിക്കില്ലേ? ഇങ്ങോട്ട് കാണിച്ചാണ്. കാണിച്ചാണ് സന്തോഷണ്ണ ഇങ്ങ് വന്നാണെണ്ണ. അതിന്റെ ഇങ്ങോട്ട് ഉണ്ടാക്കില്ലേ. നീ കാട്ടാക്കട എവിടെ ഉള്ളത്? വേണം. അല്ല നീ കഴിച്ചോ, എൻ്റെ കൂടെ നീ കഴിച്ചോ. അവർക്ക് കൊടുക്കണ്ട. പെർമിഷൻ ഗ്രാൻഡ്. മതി, ബാക്കി നാളെ. ചക്കക്കുരു കഴിക്കരുതേ, ഇത്രേ ഉള്ളൂ. ചക്കക്കുരു കഴിക്കരുതേ. വലിയ തമാശ. ചക്ക അധികം രാത്രി കഴിച്ചൂടാ. ചക്കക്കുരു വെച്ചിട്ട് ചക്കക്കുരുവും ഇതും കൂടി ഇതാക്കാം. ചക്കക്കുരുവും മുരിങ്ങക്കായും ഉരുളക്കിഴങ്ങും. ഉരുളക്കിഴങ്ങല്ല, മുരിങ്ങക്കായും കൂടി തോരൻ വെക്കും. അടിപൊളി ടേസ്റ്റാണ് മോനെ, അടിപൊളി ടേസ്റ്റാണ്. മനുഷ്യന്മാർ തിന്നേണ്ട സാധനം നീ തിന്ന് ചക്കക്കുരു മുരിങ്ങയുടെ ഇലയും കൂടെ ഒക്കെ കേട്ടിട്ടുണ്ട്. ഇവിടെ ഗൾഫിൽ എന്നെ മമ്മി വരെ ഇതെല്ലാം ഉണ്ടാക്കും. ഈ നാട്ടിൽ കിടന്നിട്ട് നീ ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലേ? ചക്കക്കുരു മുരിങ്ങക്കായും കൂടി തോരൻ ഈ പാലാരാ കളഞ്ഞത്? അത് ഇതായി പോയി. അതൊന്ന് ചൂടാക്കാൻ വെച്ചപ്പോഴത്തേക്ക് അതല്ല ഇത് കാണില്ല. അത് ഇതായി പോയതാ. ഞാൻ ആ മീൻകറി നോക്കാൻ പോയപ്പോ തിളച്ചു പോയി. അത് ഒട്ടി പിടിക്കുന്നതിന് മുമ്പേ ഇതാക്കിയില്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ അപ്പോൾ തുടക്കട്ടെ. ആ തുടച്ചില്ലെങ്കിൽ കൂടെ നിന്നാ ഇതാവൂല, അല്ലെങ്കിൽ ഇതായി പോവും. കുറെ അടുക്കളയിൽ നിന്ന് കഴിക്കുന്നു, കുറെ ഇവിടെ ഇരുന്ന് കഴിക്കുന്നു. ചക്ക 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 കൂടെ ഇറങ്ങിയ നീ അന്നും കൂടെ കണ്ണു വെക്ക്. ഞാൻ എത്രയോ വർഷമൊക്കെ ശേഷം എനിക്ക് ചക്കച്ചോളം കിട്ടണം. അപ്പൊ ഇന്നലെ ഞാൻ വന്നപ്പോ ഇവിടെ ചക്കക്കുരു ഉണ്ടായിരുന്നല്ലോ. അതല്ല, അപ്പൊ അത് ചക്കയല്ലേ? അത് ചക്കയുടെ കുരുവല്ലേ? അത് പിഞ്ചായിരുന്നു. അത് എന്നെ പറ്റിച്ചതായിരുന്നു. അതിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് നല്ല നോക്ക്, കളർ തന്നെ നോക്ക്. കത്തി മാറ്റിവേ. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. എന്നെ പോലെ കൊള്ളൂലടാ, നല്ല ഇതിന്റെ ചക്ക കൊള്ളൂലേ? അത് തറയിൽ വീണിട്ട് ആകെ ചതഞ്ഞു പോയി. ചതഞ്ഞ് മധുരല്ലേ? വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഭയങ്കര മധുരമുണ്ട്. വെള്ളം ഇറങ്ങിയോ? വെള്ളം ലേശം ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ അത് ചതഞ്ഞിട്ട് തറയിൽ വീണിട്ട് ഇങ്ങനെ ഇതായി കഴിഞ്ഞു കഴിഞ്ഞാല് കല്ലിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങോട്ടുണ്ടോ ചക്കച്ചുള. ഞാൻ ആരോടെയൊക്കെ ചോദിച്ചു, FB-യിലും ഇതിലൊക്കെ ആയിട്ട് എത്ര പേരോട് ഞാൻ ചോദിച്ചു എവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് മേടിച്ചോളെന്നവരെ പറഞ്ഞു.